ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു ആർ. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു, CBSEയുടെയും സ്റ്റേറ്റ് ബോർഡിൻ്റെയും. ഇപ്പോൾ ഒരുപാട് പേര് പല ഏജൻസികളുടെയും പുറകെ പോകുന്നുണ്ടാകും, പല സ്ഥലങ്ങളിൽ അഡ്മിഷൻ വാങ്ങിക്കാനായിട്ട്, അഡ്മിഷൻ അസിസ്റ്റൻസ് എടുക്കാനായിട്ടൊക്കെ ആയിട്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അത് നഴ്സിംഗ് ആയിക്കൊള്ളട്ടെ, പാരാമെഡിക്കൽ കോഴ്സ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു വാർത്ത കുറെ നാളുകൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലെ മുഖ്യധാര പത്രങ്ങളിൽ വന്നൊരു പ്രധാന വാർത്തയാണ്. കർണാടകത്തിലെ ഏകദേശം 72ഓളം നഴ്സിംഗ് കോളേജുകളുടെ അഫിലിയേഷൻ യൂണിവേഴ്സിറ്റി റദ്ദാക്കിയിരിക്കുന്നു. ഈ വാർത്തയിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് RGHS നടത്തിയ ഇൻസ്പെക്ഷനിൽ അവർ കണ്ടെത്തിയ കുറച്ചേറെ കാര്യങ്ങളുണ്ടായിരുന്നു. സത്യങ്ങളാണത്. ആക്ച്വലി കേരളത്തിലെ ഏജൻസ് പണം വാങ്ങിച്ച് കുട്ടികൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്ന പല കോളേജുകൾക്കും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരമോ അല്ലെങ്കിൽ RGHS യൂണിവേഴ്സിറ്റി അഫിലിയേഷനോ ഉള്ളതല്ല. ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട സത്യങ്ങളുണ്ട്. അതായത് ഒരു ക്യാമ്പസിൽ തന്നെ ഒന്നിലേറെ കെട്ടിടങ്ങളിൽ ഒന്നിലേറെ കോളേജുകൾ പ്രവർത്തിക്കുന്നു. ഇതിൽ ഒരു കോളേജിന് അംഗീകാരമുണ്ട്. ആ കോളേജിന്റെ അംഗീകാരം കാണിച്ചുകൊണ്ട് മറ്റൊരു കോളേജിലേക്ക് കൂടെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ നിലവിൽ ആദ്യത്തെ കോളേജിൽ 60 സീറ്റാണ് ഉള്ളതെങ്കിൽ രണ്ടാമത്തെ കോളേജിനോട് കാണിച്ച് അവർ 120 സീറ്റുകൾ ഫില്ല് ചെയ്യുന്നു. പക്ഷേ 60 കുട്ടികൾക്ക് മാത്രമാണ് പഠിക്കാനായിട്ട് ആ ഒരു ക്യാമ്പസിൽ അംഗീകാരമുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് UGC ഗൈഡ് ലൈൻസ് പ്രകാരം ഓരോ സബ്ജക്ട് പഠിപ്പിക്കുന്നതിനും ഓരോ കോളേജിൽ ഒരു തുല്യത ഉണ്ട്. അതായത് ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ആണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിലേക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ ഉള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി പാസ്സായ ആളായിരിക്കണം. അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ റാങ്കിലേക്ക് വരുമ്പോഴേക്കും ആൾക്ക് PhD ഡിഗ്രി ഉണ്ടായിരിക്കണം, ഇത്ര വർഷം സർവീസ് ഉണ്ടായിരിക്കണം തുടങ്ങിയ UGC ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസ് പ്രകാരമല്ല അധ്യാപകരെ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ബാച്ചലർ ഡിഗ്രി മാത്രമുള്ള അധ്യാപകരെ വെച്ചിട്ടാണ് പല കോളേജുകളും റൺ ചെയ്യിക്കുന്നത്. ഇതുപോലെ തന്നെ 5ലേറെ കോളേജുകൾക്ക് സെയിം ഹോസ്പിറ്റലാണ് അവർ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന് ബെഡ് സ്ട്രെങ്ത് പ്രകാരം ഇത്രയും കുട്ടികളെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ അവർ മാക്സിമം ഒരേ ഹോസ്പിറ്റൽ തന്നെ കാണിച്ചാണ് ഈ ഒരു അംഗീകാരം നേടിയെടുത്തിരിക്കുന്നത്. അതുപോലെ ഇവർ കണ്ടെത്തിയ മറ്റു ചില കാര്യങ്ങളാണ്. ചില കോളേജുകൾക്ക് ക്ലാസ് മുറികളുണ്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. പക്ഷേ ഇവർക്ക് ഓഫീസോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല, ലാബില്ല, ലൈബ്രറി ഇല്ല. അപ്പോൾ അംഗീകാരത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ പലതും പാലിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇവർക്ക് നേരിട്ട് ഇവർ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഇവരുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ദൂരപരിധിയും വിട്ടിട്ടാണ് അവരുടെ ഹോസ്പിറ്റൽ ഉള്ളത്. എന്ന് വെച്ചാൽ ഡേ ടു ഡേ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒരിക്കലും സാധ്യമല്ല. ആ കുട്ടികൾക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ ഒരിക്കലും കിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന വെരിഫിക്കേഷൻ ആണ്, ഫിസിക്കൽ ആൻഡ് വിഷ്വൽ വെരിഫിക്കേഷൻ. നിങ്ങൾ അവിടെ പോയി ആ ഒരു കോളേജിന്റെ ക്യാമ്പസ് വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഓഫീസേഴ്സിനെയും അവിടുത്തെ അതോറിറ്റീസിനെയും കണ്ട് സംസാരിച്ച് വേണം ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാനായിട്ട്. മറ്റൊരു വ്യക്തി ഒരു ഏജന്റോ റെക്കമെൻഡ് ചെയ്യുന്ന കോളേജിൽ ഒരിക്കലും പോയി ചേരരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അത് മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി അവരുമായി സംസാരിച്ച് അവിടുത്തെ പഠിക്കുന്ന കുട്ടികളുമായും അവിടുത്തെ ഗ്രാജുവേറ്റ്സുമായും സാധിക്കുമെങ്കിൽ സംസാരിച്ച് വേണം ആ ഒരു കോളേജിൽ ചേരാനായിട്ട്. കാരണം ഇത് നിങ്ങളുടെ ഭാവിയാണ്. സെക്കൻഡ് മെയിൻ ഫാക്ടർ ലൊക്കേഷനാണ്. നമ്മളിപ്പോൾ കർണാടക ചൂസ് ചെയ്യുന്ന കുട്ടികൾ ബാംഗ്ലൂർ, മൈസൂർ, മാംഗ്ലൂർ പോലത്തെ മെയിൻ സിറ്റീസിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ കോയമ്പത്തൂർ ബേസ് ചെയ്ത് കോളേജസ് ഉണ്ട്, ചെന്നൈ ബേസ് ചെയ്ത് കോളേജസ് ഉണ്ട്. ഇങ്ങനെ പല കോളേജസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കോളേജിന്റെ ലൊക്കേഷൻ പ്രധാനമാണ്. നിങ്ങൾക്ക് എത്ര ദൂരത്തിൽ അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് ഈ കോളേജിൽ എത്തിച്ചേരാനായിട്ട് പറ്റും? ഈ കോളേജ് ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്താണോ? കോളേജിനോട് അടുത്ത് ഒരു ബസ് സ്റ്റേഷൻ ഉണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഈസി ആകത്തുള്ളൂ. ഇപ്പം നിങ്ങളുടെ പാരൻസിന് നിങ്ങളെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അവർക്ക് എത്ര സമയം കൊണ്ട് അവിടെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വേണം കോളേജ് തിരഞ്ഞെടുക്കാനായിട്ട്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ബഡ്ജറ്റ് ആണ്. പല കോളേജുകളും ഒട്ടേറെ ഫീസ് അല്ലെങ്കിൽ ഒട്ടേറെ തുക അവർ ഡൊണേഷൻ വാങ്ങിച്ചിട്ടാണ് മാനേജ്മെന്റ് കോട്ടയിലുള്ള സീറ്റ്സ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇത്രയും ബഡ്ജറ്റ് ഉണ്ടോ, ഇത്രയും തുകയുണ്ടോ, അല്ലെങ്കിൽ അതിന് മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കർണാടകയാണ് നോക്കുന്നതെങ്കിൽ കർണാടകയിൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് CET ടെസ്റ്റ് മുഖേന പരീക്ഷ എഴുതി ആ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ആ ഓപ്പൺ പൂൾ ത്രൂ ഏകദേശം 60% സീറ്റ്സ് അവർ ഡിസ്പോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി 20% മാനേജ്മെന്റ് സീറ്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇത്രയേറെ ഡൊണേഷൻ കൊടുക്കാതെ തന്നെ ഈ പരീക്ഷ എഴുതി അതിൻ്റെ ബേസിസിലും നിങ്ങൾക്ക് അലോട്ട്മെന്റുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ പണമുണ്ട്, മറ്റ് റിസ്കുകളൊന്നും എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ഹാൻഡിൽ പോകാം. ഓരോ കോളേജുകളും മാനേജ്മെന്റ് സീറ്റിന് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ 90% എബോൾ ഒരു കുട്ടിക്ക് ഇത്ര റേറ്റ്, 85 to 90ക്ക് ഇത്ര റേറ്റ്. ഇപ്പോൾ 85ൽ താഴെയാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് എങ്കിൽ ആ കുട്ടിക്ക് ഒരു ഹയർ റേറ്റ് ആയിരിക്കും ഡൊണേഷൻ ആയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് കൂടെ മനസ്സിലാക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയാണ്. നിങ്ങൾ പോകുന്ന കോളേജിന് ഒരു നല്ല ഹോസ്പിറ്റൽ ഉണ്ടോ, അത് അഫിലിയേറ്റഡ് ആയിട്ട് ഒരു പാരന്റ് ഹോസ്പിറ്റൽ ഉള്ള അല്ലെങ്കിൽ സ്വന്തമായി ഹോസ്പിറ്റൽ ഉള്ള ഒരു കോളേജ് ആണെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആണ്.
അതായത് ഏകദേശം ഒരു 300 ബെഡ് സ്ട്രെങ്ത് എങ്കിലുമുള്ള ഒരു NABH അക്രഡിറ്റഡ് ആണെങ്കിൽ മോസ്റ്റ് പ്രിഫറബിൾ ഒരു പാരന്റ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ, സ്വന്തമായി ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദറ്റ് കോളേജ്. അതില്ല എന്നിരിക്കട്ടെ, പേരന്റ് ഹോസ്പിറ്റൽ ഇല്ല എന്നിരിക്കട്ടെ, അവർക്ക് അഫിലിയേറ്റഡ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ നിയർ ബൈ ഉണ്ട്. പക്ഷേ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് നോക്കുക. ഒരു വിത്തിൻ 10 കിലോമീറ്റർ റേഞ്ച് ആണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് പോകാം. കാരണം നിങ്ങളുടെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് എല്ലാം ഡേ ടു ഡേ ബേസിസിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഡേ ടു ഡേ കമ്മ്യൂട്ടേഷന് പറ്റുന്ന രീതിയിലാണോ നിങ്ങളുടെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് നടക്കുന്ന ഹോസ്പിറ്റൽ ഉള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി 5ാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്രൂവൽസ്. നിങ്ങൾ പോകുന്ന കോളേജ് INC അപ്രൂവ്ഡ് ആണോ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ്ഡ് ആണോ, ആ സ്റ്റേറ്റിന്റെ, ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട് നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ ഉള്ള കോളേജാണോ, അവരുടെ വെബ്സൈറ്റിൽ പോവുക, വെബ്സൈറ്റിൽ ഈ കോളേജിന്റെ പേരുണ്ടോ എന്ന് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുക. അതുപോലെ തന്നെ കർണാടക KNC രജിസ്ട്രേഷൻ ഉള്ള കോളേജാണോ എന്ന് KNCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആ പുതിയ ലിസ്റ്റ് 2026 ലിസ്റ്റ് പരിശോധിക്കുക. ആ കോളേജിന്റെ പേര്, നിങ്ങൾ പോകുന്ന കോളേജിന്റെ പേര് ലിസ്റ്റിലുണ്ടെങ്കിൽ മാത്രം ആ കോളേജിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ. RGHSന്റെ അഫിലിയേഷൻ ഈ വർഷം ഈ ഒരു കോളേജിനുണ്ട്. പുതുതായിട്ട് കോഴ്സ് തുടങ്ങുന്നതിന് വേണ്ടി അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. RGHSന്റെ 2026 ലിസ്റ്റ് എടുക്കുക, ലിസ്റ്റിൽ പരിശോധിക്കുക. നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഈ കോളേജിൽ പോവുക. പല കോളേജുകൾക്കും ചിലപ്പോൾ 1-2 ബാച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് RGHSന്റെ അപ്രൂവൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഒരു വർഷം പുതിയ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അവർ അഫിലിയേഷൻ പുതുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അഫിലിയേഷൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ടാകുക, അഫിലിയേഷൻസ് ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം ഈ ചതിക്കുഴി കേരളത്തിലില്ല, പക്ഷേ കേരളത്തിന് പുറത്തും മറ്റു പല കോളേജുകളിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും വ്യാപകമായിട്ട് നടക്കുന്ന ഒന്നാണ്. 6ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കോളേജിന് നല്ലൊരു ലാബ് ഫെസിലിറ്റി ഉണ്ടോ, ഒരു സിമുലേഷൻ ലാബിന്റെ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ഹ്യൂമൻ ബോഡിയിൽ നിങ്ങൾ പല കാര്യങ്ങളും, ഇഞ്ചക്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ലാബിൽ സിമുലേഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. അതിന് വേണ്ട സൗകര്യങ്ങളുള്ള ഒരു ലാബ് ഉണ്ടോ, ആ ലാബ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ലാബിൽ കയറി നോക്കാനായിട്ട് പറ്റത്തില്ല. അതിന് ചെയ്യാൻ പറ്റുന്നത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ച് പൂർത്തിയായ കുട്ടികളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലേ? 7ാമത്തത് ഒരു നല്ല ലൈബ്രറിയാണ്. നന്നായിട്ട് പഠിച്ച് വരുന്ന ഒരു വിദ്യാർത്ഥിയെ സഹായിക്കുന്നതിന് വേണ്ട പുസ്തകങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഒരു ലൈബ്രറിയിലാണ് ഉൾക്കൊള്ളുക. നല്ലൊരു ലൈബ്രറി നിങ്ങളുടെ കോളേജിനുണ്ടോ അത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. നല്ലൊരു ലൈബ്രറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളെ പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ലൈബ്രറിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 8ാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾ പലപ്പോഴും ഒരു ഹോസ്റ്റൽ ലൈഫിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് അവരുടെ കോളേജിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ അവർക്കില്ല എന്നുള്ളത്. നല്ല കോളേജുകൾക്കെല്ലാം ഈ കോളേജിനോട് ചേർന്ന് തന്നെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മിക്ക കോളേജുകളിലും ഒരു 60 to 70% മലയാളി കുട്ടികളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വേണ്ട ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾ വെരിഫൈ ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കോളേജ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണോ? കാരണം നല്ല ഭക്ഷണം കഴിച്ചെങ്കിലേ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നന്നായിട്ട് പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം ഇതെല്ലാം ബന്ധപ്പെട്ടതാണ്. ചോദിച്ച് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ 4 വർഷമാണ്. 9ാമത്തെ കാര്യം ഫാക്കൽറ്റീസ് ആണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. ആ ടീച്ചേഴ്സിന്റെ അതായത് നമുക്ക് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് നഴ്സിംഗിലെ ഡിപ്പാർട്ട്മെന്റ് HODs ആയിട്ടിരിക്കുന്നവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, MSc നഴ്സിംഗ് കഴിഞ്ഞവരാണോ, PhD കഴിഞ്ഞവരാണോ, പ്രിൻസിപ്പലിന് ഒരു PhD ഡിഗ്രി ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നവരുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ പഠനത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നതും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അത് അവരിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഇൻഫർമേഷൻ തരാൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഉള്ളവരാണ് അവർ എന്നുള്ളത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 10ാമത്തതും അവസാനത്തതുമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ഹോം സിക്നെസ് ആണ്. നിങ്ങൾ ഹോം സിക്ക് ആണെങ്കിൽ നിങ്ങൾ അത് റീതിങ്ക് ചെയ്യണം. കാരണം നിങ്ങൾ 4 വർഷക്കാലം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് മാറി മറ്റൊരു സംസ്ഥാനത്ത് മറ്റൊരു ഭാഷ, മറ്റുള്ള ആളുകളുടെ കൂടെ വ്യത്യസ്തമായ ഒരു ഭക്ഷണം കഴിച്ച് വ്യത്യസ്തമായ സ്ട്രെസ്സോട് കൂടി നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഹോം സിക്നെസ്സും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യുക, ഇത് നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന്. ഇന്ന് റീതിങ്ക് ചെയ്ത് നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പുതിയ ഒരു സ്ഥലത്തേക്ക് പോവുക. നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന് ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ ചിന്തിച്ച് നോക്കുക. ഈ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കേരളത്തിന് പുറത്തൊരു കോഴ്സ് എടുത്ത് പോകാം. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെയാണ് പോകുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ പല ചതിക്കുഴികൾ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ പതുങ്ങിയിരിപ്പുണ്ട്. ആ ചതിക്കുഴികൾ നേരിട്ട് മനസ്സിലാക്കാനും അവയ്ക്കെതിരെ പ്രതിരോധിക്കാനായിട്ടും ആദ്യം തന്നെ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാകണം. അതിന് നിങ്ങൾ ഈ 10 പോയിന്റ്സ് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുള്ള ജേർണിയിൽ ഞങ്ങളും ഒപ്പമുണ്ട്. ദാറ്റ് ഇസ് ടീം റൈസ് ടു ആർ എൻ. ഹാപ്പി ടു ഹെൽപ്പ്. സൈനിങ് ഓഫ്.